നമ്മളിപ്പോ കണ്ണ് നമ്മളെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കണ്ണിലെ ചെറിയ രക്തക്കൊഴലുകളെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിക്കുന്നത്. ഈ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്ന രക്തം തന്നെയാണ് കണ്ണിലെ രക്തക്കൊഴലുകളിലൂടെയും പോകുന്നത്. അതുകൊണ്ട് രക്തത്തിലുണ്ടാവുന്ന ദുഷ്ടി തന്നെയാണ് ഈ രക്തക്കൊഴലുകളുടെ കേടുകൾക്കും കാരണമാകുന്നത്. മറ്റ് പല സിസ്റ്റങ്ങളിലും ഇപ്പോൾ കണ്ണാണ് എന്നുണ്ടെങ്കിൽ കണ്ണിനെ മാത്രം കേന്ദ്രീകരിച്ച് ചികിത്സ ചെയ്യുന്നു. നമുക്ക് അങ്ങനെ കഴിയില്ലല്ലോ. അത് കാരണം അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് പോലെ എടുത്തിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ കഫപിത്ത ശമനം, അതുപോലെ തന്നെ രക്തദുഷ്ടി കൊണ്ടാണല്ലോ ഇപ്പൊ ഈ കണ്ണുകളിലെ രക്തക്കൊഴലുകളെ ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് കഫപിത്ത ദോഷങ്ങളെ ശമിപ്പിക്കുന്നതും അതുപോലെ തന്നെ രക്തദുഷ്ടിയെ ശമിപ്പിച്ച് രക്തശുദ്ധി ഉണ്ടാക്കുന്നതുമായിട്ടുള്ള മരുന്നുകളാണ് അകത്തേക്ക് കഴിക്കാൻ കൂടും. ഈ രക്തത്തിനെ ശുദ്ധീകരിക്കുന്നത് ആയിട്ടുള്ള ചികിത്സകൾ കൂടി ഇതിനൊപ്പം നമുക്ക് ഉള്ളിലേക്ക് മരുന്നുകൾ കൊടുത്തുകൊണ്ട് ചികിത്സിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രോഗിക്ക് വിരേചനം കൊടുക്കുക അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ആയിട്ട് വയറിളക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് തോന്നുന്നു. വിരേചന ചികിത്സ ഇതിൽ വളരെ പ്രധാനമാണ്.